ടോപ്പ് ലൈവ് ക്രിക്കറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സൂപ്പർ 8 ഉറപ്പിച്ച ഓസ്ട്രേലിയയും സ്കോട്ട്ലൻഡും തമ്മിലുള്ള മത്സരത്തിൽ ഓസ്ട്രേലിയ വിറപ്പിച്ച സ്കോട്ട്ലൻഡ്. എങ്കിലും ഓസ്ട്രേലിയയ്ക്കായി വിജയം. ഇതോടെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിരിക്കുകയാണ് ഓസ്ട്രേലിയ. കൂടാതെ ഓസ്ട്രേലിയയുടെ ഈ വിജയത്തിൽ സൂപ്പർ 8ലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ് ഇംഗ്ലണ്ടും. ഇംഗ്ലണ്ടിന് ഈ സൂപ്പർ 8 പ്രവേശനം സംഭവബഹുലമാണ്. ഒമാനുമായുള്ള മത്സരത്തിൽ T20 വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വേഗത്തിലുള്ള വിജയം എന്ന റെക്കോർഡ് ഇംഗ്ലണ്ടിന് സ്വന്തമാക്കിയിരുന്നു. 101 പന്തുകൾ ബാക്കി നിൽക്കെയാണ് ഇംഗ്ലണ്ട് ഒമാനെ തകർത്തത്. ഒമാനുമായുള്ള മത്സരത്തിൽ 47 റൺസിന് പുറത്താക്കിയ ഇംഗ്ലണ്ട് 3.1 ഓവറിൽ വിജയലക്ഷ്യം മറികടന്നു. ഇതോടെ നെറ്റ് റൺ റേറ്റ് സ്കോട്ട്ലൻഡിനെ കഴിഞ്ഞും മെച്ചപ്പെടുത്തി ഇംഗ്ലണ്ട്. ആ സമയത്ത് 1-ാം സ്ഥാനത്ത് ഓസ്ട്രേലിയയും 2-ാം സ്ഥാനത്ത് സ്കോട്ട്ലൻഡുമായിരുന്നു. ആ സമയത്ത് സ്കോട്ട്ലൻഡിന് 3 മാച്ചിൽ 2 ജയം. ഒരു മാച്ചിൽ ഇംഗ്ലണ്ടുമായുള്ള മാച്ചിൽ മഴ മൂലം ഉപേക്ഷിച്ചോടെ 1 പോയിന്റ് എക്സ്ട്രാ കിട്ടിയത്, അങ്ങനെ 5 പോയിന്റ് ഉണ്ടായിരുന്നു. എന്നാൽ ഇംഗ്ലണ്ടിന്റെ അടുത്ത മത്സരം നമീബിയയുമായിട്ടാണ്. ഇംഗ്ലണ്ട് ജയിച്ചാൽ 5 പോയിന്റുമായി 2-ാം സ്ഥാനത്തേക്ക് എത്താൻ സാധിക്കും. മഴ കാരണം മത്സരം ഉപേക്ഷിച്ചാലും ഇംഗ്ലണ്ട് പുറത്താകുമായിരുന്നു. എന്നാൽ ആ മത്സരത്തിൽ ഇംഗ്ലണ്ട് വിജയിക്കുകയായിരുന്നു. മഴ കാരണം മത്സരം ഉപേക്ഷിക്കേണ്ടി വരുമെന്ന ഘട്ടത്തിലാണ് 11 ഓവർ കളിക്കാനായിട്ട് തീരുമാനിച്ചത്. അതോടെ ഇംഗ്ലണ്ടിന്റെ അവസരം വീണ്ടും തെളിഞ്ഞു. മഴ കാരണം വീണ്ടും ഓവർ കുറച്ചതിനാൽ DRS പ്രകാരം 10 ഓവറിൽ 127 റൺസ് വിജയലക്ഷ്യം. എന്നാൽ നമീബിയയ്ക്ക് 10 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 84 റൺസ് എടുക്കാനേ കഴിഞ്ഞു. അങ്ങനെ ഇംഗ്ലണ്ട് ആ മത്സരം ജയിക്കുകയായിരുന്നു. അങ്ങനെ 2-ാം സ്ഥാനത്തേക്ക് ഇംഗ്ലണ്ട് എത്തി. സ്കോട്ട്ലൻഡിനെതിരായുള്ള മത്സരത്തിൽ ഓസ്ട്രേലിയ ജയം ഇംഗ്ലണ്ടിനും ഗുണകരമായി. നെറ്റ് റൺ റേറ്റിന്റെ കാര്യത്തിൽ സ്കോട്ട്ലൻഡിനെ മറികടന്ന് ഇംഗ്ലണ്ട് സൂപ്പർ 8 ടിക്കറ്റ് എടുക്കുകയായിരുന്നു. ഇതോടെ ഇംഗ്ലണ്ടും സൂപ്പർ 8ൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഇനിയുള്ള മത്സരങ്ങൾ തീ പാർന്ന മത്സരങ്ങളായിരിക്കും. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.